ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ്. ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ നമ്മൾ ബോൺസിനെ കുറിച്ചും മസിൽസിനെ കുറിച്ചും ഒക്കെയാണ്, കാർട്ടിലേജിനെ കുറിച്ചും ഒക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. Having to notice that there are different kinds of fish in the water bodies near your school or home. Your home or school might have an aquarium, right? It might also have varieties of colorful fishes, doesn't it? A picture of a pond is given below. See how beautiful the fishes in it are. Observe each fish carefully. നമ്മുടെ വീടിനടുത്തോ അല്ലെങ്കിൽ സ്കൂളിനടുത്തോ ഒക്കെയുള്ള വാട്ടർ ബോഡീസ് ഉണ്ടല്ലോ, പോണ്ട്, റിവർ, സ്ട്രീം തുടങ്ങിയിട്ടുള്ള വാട്ടർ ബോഡീസ്, അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഫിഷസിനെ കാണാനായിട്ട് സാധിക്കും അല്ലേ? അല്ലെങ്കിൽ അക്വേറിയത്തിലുള്ള ഫിഷസിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിഷസിനൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഫിഷസൊക്കെ പല രീതിക്ക് അവർ ഡിഫർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് കുറച്ച് ഫിഷസിൻ്റെ. ഇതിലുള്ള ഓരോ ഫിഷിനെയും കെയർഫുൾ ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കേ. ആർ ഓൾ ഫിഷസ് ദ സെയിം? ഹൗ ആർ ദേ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ? എല്ലാ ഫിഷസും സെയിം ആണോ? അല്ല അല്ലേ? അവരെങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്? ദേ ഡിഫർ ഇൻ ഷേപ്പ്, സൈസ് ആൻഡ് കളർ. ഷേപ്പിലും സൈസിലും കളറിലൊക്കെ അവർ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഷാൾ വി മേക്ക് എ മോഡൽ ഓഫ് ഫിഷ്? വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദിസ്? ഷെയർ യുവർ ഐഡിയാസ്. നമുക്ക് ഇനി ഒരു ഫിഷിന്റെ മോഡൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാക്കാം? Cut 2 pieces of fabric in the shape of a fish to the size of your palm. Make the fish beautiful by sticking buttons or beads as its eyes. 2 തുണിക്കഷ്ണങ്ങൾ എടുക്കുക, നിങ്ങളുടെ കൈപ്പത്തിയുടെ അത്രയ്ക്ക് വലുപ്പമുള്ള. എന്നിട്ട് ഫിഷിന്റെ ഷേപ്പിൽ കട്ട് ചെയ്യാം. അതിന് നിങ്ങൾക്ക് മുത്തോ എന്തെങ്കിലുമൊക്കെ ബട്ടണോ ഒക്കെ വെച്ചിട്ട് അതിന് അതിൻ്റെ ഐസൊക്കെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. Now hold the tail portion of the fish and try to make it stand upright. Does the fish stand straight? ഇനി അതിൻ്റെ വാല് പിടിച്ച് അതിന് നേരെ നിർത്താനൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ മീൻ നേരെ നിൽക്കുന്നുണ്ടോ? സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? നോ, ഇല്ല. Next, use midribs of a coconut palm to create shape as shown in the picture. Use glue or thread to join the palm ribs. Stick the fish-shaped piece of fabrics on both sides. Don't we have a beautiful fish now? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പച്ച ഈർക്കിൾ എടുത്തിട്ട് അത് റിബ്സ് പോലെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക മക്കളെ, ഈ ഫിഷ് അതിനോട് ചേർത്ത് ഒട്ടിച്ച് നോക്കുക. പശ എന്തെങ്കിലും ഉപയോഗിച്ച് ചേർത്ത് ഒട്ടിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് നല്ലൊരു ഫിഷിൻ്റെ ഷേപ്പ് കിട്ടും അല്ലേ? Now hold this fish by its tail portion and make it stand straight. Didn't you succeed? What could be the reason for this? Discuss. ഇനി ഈ ഫിഷിനെ നിങ്ങളൊന്ന് വാല് പിടിച്ച് നേരെ നിർത്താൻ നോക്കിക്കേ. നമുക്ക് ആ ഫിഷ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഈർക്കിൾ വെച്ച് കൊണ്ടിട്ട് നമ്മൾ അതിനെ സ്റ്റിക്ക് ചെയ്ത സമയത്ത് അതിനൊരു ഉറപ്പ് കിട്ടി, അല്ലെങ്കിൽ ഒരു ബലം കിട്ടി. എഴുന്നേറ്റ് നിൽക്കാനുള്ള അല്ലെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ബലം കിട്ടി. In the table given below, write down the features you observed when you tried to make both the fishes stay straight by holding their tail portions. നമ്മൾക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ 2 ഫിഷിനെയും അതിന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ലേ എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടേബിൾ നോക്കിക്കേ. ഫിഷ് മെയ്ഡ് വിത്ത് ഫാബ്രിക്, തുണി മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ഫിഷ് നിങ്ങൾ നേരെ നിർത്താൻ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? വെൻ ട്രൈങ് ടു ഹോൾഡ് ഇറ്റ് ബൈ ദ ടെയിൽ ഇറ്റ് വുഡ്ന്റ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. വാലിൽ പിടിച്ച് നേരെ നിർത്താൻ നോക്കിയപ്പോൾ അത് നേരെ നിൽക്കുന്നില്ല. ഫിഷ് മെയ്ഡ് വിത്ത് ഫാബ്രിക് ആൻഡ് പാം റിബ്സ്, ഇനി ഈർക്കിളും തുണിയും ഉപയോഗിച്ചുണ്ടാക്കിയ ഫിഷോ വെൻ ട്രൈങ് ടു ഹോൾഡ് ഇറ്റ് ബൈ ദ ടെയിൽ ഇറ്റ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. വാൽഭാഗം പിടിച്ച് നമ്മൾ നേരെ നിർത്താൻ ശ്രമിച്ചപ്പോൾ അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. Fabric pieces were used in both instances. Then why is that the second fish you made stood straight? Palm ribs were used to make the second fish. What would be the reason for that? ഇപ്പോൾ നമ്മൾ 2 ഫിഷിനെയും തുണി ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ രണ്ടാമത്തെ ഫിഷ് മാത്രം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ കാരണം എന്താണ്? അതിൽ നമ്മൾ തുണിയോടുകൂടെ ഒരു എക്സ്ട്രാ ഒരു സാധനം കൂടെ ആഡ് ചെയ്തു. എന്താണ്? പാം റിബ്സ് അല്ലേ, പച്ച ഈർക്കിൾ കൂടെ ആഡ് ചെയ്തു. അതുകൊണ്ടാണ് അത് നേരെ നിന്നത്. അപ്പോൾ ഇതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്? നമ്മൾ ആ പാം റിബ്സ് കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണ്? ടു ഗിവ് എ ഷേപ്പ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ്, ആകൃതി കിട്ടാൻ വേണ്ടിയിട്ട്. ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്. ടു ഗിവ് എ സ്ട്രെങ്ത്, ഒരു ബലം നൽകാനായിട്ട്. ഇൻസൈഡ് ദ ഫിഷ്, ഇനി ഫിഷിൻ്റെ ഉള്ളിൽ. യു മസ്റ്റ് ഹാവ് ഒബ്സർവ്ഡ് റിയൽ ഫിഷ്, ഹാവൻറ്റ് യു? വെൻ യു ഈറ്റ് ഫിഷ്, ഡോണ്ട് യു സീ ദ ഫിഷ് ബോൺസ് ഇൻസൈഡ് ഇറ്റ്?
Don't they resemble to the part made with palm ribs in the fish you had made? Observe the picture and find out. അപ്പോൾ നിങ്ങൾ മീൻ കഴിക്കുന്ന സമയത്ത് അതിനുള്ളിലെ മീൻമുള്ള് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ആ മീൻമുള്ള് നമ്മളിപ്പോൾ ഈർക്കിൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള പാം റിബ്സ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ആ ഷേപ്പ് പോലെ തന്നെയല്ലേ ഉള്ളത്? അതെ, അങ്ങനെ തന്നെയാണല്ലേ ഉള്ളത്. നമുക്ക് താഴെ പിക്ചർ തന്നിട്ടുണ്ട്. ഒരു റിയൽ ഫിഷിൻ്റെയും പിന്നെ ഫിഷിൻ്റെ ഉള്ളിലുള്ള ബോൺസിൻ്റെയും പിക്ചറാണത്. ഡു ഓൺലി ഫിഷസ് ഹാവ് സച്ച് പാർട്സ്? ഫിഷസിന് മാത്രമാണോ ഇങ്ങനെയുള്ള ഭാഗമുള്ളത്? നോ, അല്ല. ഇവിടെ ഒരു കുട്ടി ചിക്കൻ കഴിക്കുന്നു നോക്കൂ. ആ കുട്ടി എന്താ പറയുന്നത്? ഇഫ് ദർ വർ നോ ബോൺസ് ഇൻ ദ ചിക്കൻ ഐ കുഡ് ഹാവ് ഈറ്റൺ ഇറ്റ് ഫുള്ളി. ഈ ചിക്കന് എല്ലുണ്ടായിരുന്നില്ലെങ്കിൽ, ബോണൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ആ ഭാഗം കൂടെ കഴിക്കാമായിരുന്നു എന്നാണ് അല്ലേ. ഡിഡ്ന്റ് യു നോട്ടീസ് വാട്ട് ദ ചൈൽഡ് ഹാഡ് സെഡ്? Haven't you noticed such strong bonds while you eat chicken? Do all living things have such parts? Observe the pictures and find out. അപ്പോൾ ചിക്കനെയും ഫിഷിനെയും ഒക്കെ പോലെ തന്നെ എല്ലാ ലിവിങ് തിങ്സിനും ഇതുപോലെ ഉള്ളിൽ ബോൺസിൻ്റെ പാർട്സ് ഉണ്ട് അല്ലേ. നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യൂ. ആദ്യത്തേത് ഹെന്നാണ്, രണ്ടാമത്തേത് ഹെന്നിൻ്റെ സ്കെലിട്ടൺ പാർട്ടാണ്, രണ്ടാമത്തേത് ലിസാർഡാണ്, അതായത് പല്ലി, പിന്നെ ലിസാർഡിൻ്റെ ബോൺസ് ആണ് കേട്ടോ. ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് അതർ ലിവിങ് ബീങ്സ് ഓൾസോ ഹാവ് സിമിലർ പാർട്സ്? ദിസ് ഇസ് കോൾഡ് ദ സ്കെലിട്ടൺ. അപ്പം ഇങ്ങനെ ശരീരത്തിനകത്തുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ സ്കെലിട്ടൺ എന്ന് വിളിക്കുന്നത്. സ്കെലിട്ടൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദ സ്കെലിട്ടൺ ഇസ് ദ ഫ്രെയിംവർക്ക് ഓഫ് ബോൺസ് ദാറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ആൻഡ് ഷേപ്പ് ടു ദ ബോഡി ആൻഡ് പ്രൊട്ടക്ട് സർട്ടൻ ഇന്റേണൽ ഓർഗൻസ്. അപ്പം എന്താണ് മക്കളെ? ഒരു ഫ്രെയിം വർക്കാണ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു ഫ്രെയിം വർക്കാണ്, ബോൺസ് കൊണ്ടുള്ള, എല്ലുകൾ കൊണ്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് സ്കെലിട്ടൺ എന്ന് പറയുന്നത്. അതെന്താ ശരീരത്തിന് നൽകുന്നത്? ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് ഷേപ്പ് ടു ദ ബോഡി. ശരീരത്തിന് ഒരു സപ്പോർട്ടും ആകൃതിയും നൽകുന്നു. പിന്നെ അതുപോലെ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിനെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹാർട്ട്, ലങ്സ്, കിഡ്നി പോലുള്ള ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. Observe the pictures given below. These are the skeleton of various animals. Can you identify the animals to which the skeletons belong? Write down your answers. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ജീവികളുടെ സ്കെലിട്ടൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ ജീവികളുടെ ആണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ബാറ്റാണ്, വവ്വാല്, രണ്ടാമത്തേത് കൗവ്, പശു, മൂന്നാമത്തേത് ക്രോക്കഡൈൽ, മുതല. ഹൗ കുഡ് യു ഐഡന്റിഫൈ ദ ആനിമൽ ബൈ ഒബ്സർവിങ് ദ സ്കെലിട്ടൺ? ഈ സ്കെലിട്ടൺ കണ്ടപ്പോൾ അത് ഈ ജീവികളുടെ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? വിത്ത് ഷേപ്പ് അല്ലേ, ബൈ ഇറ്റ് ഷേപ്പ്, നമുക്ക് ആകൃതി കണ്ടിട്ടാണ് മനസ്സിലായത്. ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ ദ ക്രീച്ചേഴ്സ് യു ഹാവ് ഒബ്സർവ്ഡ് ഹാവ് സ്കെലിട്ടൺസ്? Skeleton has white, right? Then how are birds able to fly? അപ്പോൾ നമ്മളുടെ ശരീരത്തിലൊക്കെ എല്ലാ ജീവികളുടെയും ശരീരത്തിനുള്ളിൽ സ്കെലിട്ടൺ ഉണ്ട്. സ്കെലിട്ടൺ ഒരു ഭാരമുണ്ട് അല്ലെ, ഒരു വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. Skeleton of birds. There are air cavities in the bones of birds. This makes their skeleton lighter compared to the other organisms. This adaptation helps bird to fly. അപ്പോൾ പക്ഷികളെ എന്താ പറക്കാനായിട്ട് സഹായിക്കുന്നത് മക്കളെ? പക്ഷികളുടെ സ്കെലിട്ടനിലുള്ള അവരുടെ ബോൺസിൽ എന്തുണ്ട്? എയർ ക്യാവിറ്റീസ് ഉണ്ട്, വായു അറകളുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ സ്കെലിട്ടന് മറ്റ് ജീവികളെ അപേക്ഷിച്ച് അത്രയ്ക്ക് ഭാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് പറക്കാനായിട്ട് സാധിക്കുന്നത്. ഡു യു നോ ദ ബേർഡ് ഇൻ ദ പിക്ചർ? പെൻഗ്വിൻ. യെസ്, പെൻഗ്വിൻസ് കനോട്ട് ഫ്ലൈ. പെൻഗ്വിൻസിന് പറക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. വൈ ഇറ്റ് ദാറ്റ് സം ബേർഡ്സ് കനോട്ട് ഫ്ലൈ? റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി, ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ഔട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പെൻഗ്വിന് പറക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ചില പക്ഷികൾക്ക് പറക്കാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണ് അവർക്ക് പറക്കാനായിട്ട് സാധിക്കാത്തത്? ബിക്കോസ് ഓഫ് ദെയർ ലാർജ് ബോഡി, ഹെവി ബോൺസ് ആൻഡ് ഷോർട്ട് വിങ്സ്. വലിയ ശരീരവും ഭാരമുള്ള ബോൺസും എല്ലുകളും ചെറിയ തൂവലുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് പറക്കാനായിട്ട് സാധിക്കാത്തത്. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദ ബേർഡ്സ് ദാറ്റ് കാൺട്ട് ഫ്ലൈ. പറക്കാൻ സാധിക്കാത്ത ബേർഡ്സിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, പെൻഗ്വിൻ. അതുപോലെ തന്നെ ഓസ്ട്രിച്ച്, എമു, കിവി, കാസവരി തുടങ്ങിയിട്ടുള്ള ബേർഡ്സിനൊന്നും ഫ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബോൺസ് ആർ ഇൻസൈഡ് അസ് ടു. ഇനി നമ്മുടെ ശരീരത്തിനുള്ളിലും എന്തുണ്ട്? ബോൺസ് ഉണ്ട്. വി ഓൾസോ ഹാവ് ബോൺസ് ഇൻസൈഡ് അവർ ബോഡി. ഡോൺ വി ടച്ച് ആൻഡ് എക്സാമിൻ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് യുവർ ബോഡി ലൈക്ക് ഹാൻഡ്സ്, ലെഗ്സ്, ഫിംഗേഴ്സ് ആൻഡ് ഹെഡ്. ആർ ഓൾ ബോഡി ബോൺസ് ദ സെയിം? അല്ല അല്ലേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൈയും കാലും വിരലുകളും തലയൊക്കെ ഒന്ന് തൊട്ട് നോക്കുക. അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ ശരീരത്തിനുള്ളിലും ബോൺസ് ഉണ്ട്, സ്കെലിട്ടൺ ഉണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം, ഈ ബോണുകളെല്ലാം ഒരേ ഷേപ്പിലാണോ? അല്ല. കൈകളെ പോലെയല്ല കാല്, കാലിനെ പോലെയല്ല തല, തലയെ പോലെയല്ല വിരലുകൾ അല്ലേ. അപ്പോൾ ബോൺസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ്. ദ ഹ്യൂമൻ സ്കെലിട്ടൺ. ഇനി മനുഷ്യൻ്റെ സ്കെലിട്ടനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. സ്കൾ, വെർട്ടിബ്രൽ കോളം, rib cage, bones of arms and legs and hip bones together form the human skeleton. ഹ്യൂമൻ സ്കെലിട്ടണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് മക്കളെ? സ്കള്, നമ്മുടെ തലയോട്, വെർട്ടിബ്രൽ കോളം,
നമ്മുടെ നട്ടെല്ല്, ദെൻ റിബ്സ് വാരിയെല്ല്, റിബ് കേജ് മാറെല്ല്, ബോൺസ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ് കൈകളിലെ കാലുകളിലെ എല്ലുകൾ, പിന്നെ അതുപോലെ ഹിപ്പ് ബോൺസ് അതായത് നമ്മുടെ ഇടുപ്പല്ല്, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഹ്യൂമൻ സ്കെലിട്ടൺ. റീഡ് ദ ഇൻഫർമേഷൻ ആൻഡ് ഒബ്സർവ് ദ പിക്ചേഴ്സ് പ്രൊവൈഡഡ് ബിലോ ടു ലേൺ മോർ അബൌട്ട് ദ ഹ്യൂമൻ സ്കെലിട്ടൺ. ഹ്യൂമൻ സ്കെലിട്ടൻ്റെ ഒരു പിക്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓരോ പാർട്ടും നമുക്ക് നോക്കാം. അതായത് സ്കള്ള്, വെർട്ടിബ്രൽ കോളം, റിബ് കേജ്, ബോൺസ് ഓഫ് ആംസ്, ലെഗ്സ്, ഹിപ്പ് ബോൺസ്, ഇതൊക്കെ നോക്കാം കേട്ടോ. ആദ്യത്തേത് നോക്കൂ, സ്കള്ളാണ്. യു മസ്റ്റ് ഹാവ് സീൻ ദിസ് പിക്ചർ ഇൻ മെനി പ്ലേസസ്. ദ സ്കൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 22 bones. Among these, there is only one movable bone. Can you identify which one it is? Examine which bone moves with chewing food. അപ്പോൾ നമ്മൾക്ക് സ്കള്ളിൻ്റെ പിക്ചറാണ് അവിടെ തന്നിട്ടുള്ളത്. 22 ബോൺസ് കൂടി ചേർന്നതാണ് നമ്മുടെ സ്കള്ള്. സ്കള്ളിൽ ഒരു ബോണ് മാത്രമേ നമുക്ക് മൂവബിൾ ആയിട്ടുള്ളൂ, അതായത് ഇളക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് ഏതാണ് മക്കളെ? ലോവർ ജോ ബോണാണ്. അതായത് നമ്മുടെ താടിയെല്ലാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ താടിയെല്ല് ഇളകുന്നുണ്ടല്ലോ, അത് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബോണുള്ളൂ സ്കള്ളിൽ. റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദ മേജർ ഓർഗൻസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. Apart from this, the skull also provides protection to sensory organs such as the eye, ear, nose and tongue. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ഓർഗൻ ആയിട്ടുള്ള ബ്രെയിന് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്കള്ള് വഴിയാണ്. ബ്രെയിനിന് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് സ്കള്ളാണ്. അതുകൂടാതെ നമ്മുടെ ഐസിനും ഇയറിനും നോസിനും ടങ്ങിനും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ സ്കള്ളാണ്. യു നോ ദാറ്റ് ഈവൻ മൈനർ ഇഞ്ചുറീസ് ടു ദി ബ്രെയിൻ ക്യാൻ കോസ് സിവിയർ ഹെൽത്ത് ഇഷ്യൂസ്. Observe the picture of the skull to understand the importance given by the human body to the protection of brain. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ സിവിയർ ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള ചെറിയൊരു ഇഞ്ചുറീസ് ഉണ്ടായാൽ കൂടി അത് ബ്രെയിനിന് ഉണ്ടായാൽ അത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ സ്കള്ളിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ മക്കളെ. ഹെൽമെറ്റ്, ദ ഷീൽഡ് ഓഫ് ലൈഫ്. പേ അറ്റൻഷൻ ടു ദ ന്യൂസ് റിപ്പോർട്ട്. താഴെ ഒരു ന്യൂസ് റിപ്പോർട്ട് നടത്തിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. തിരുവനന്തപുരം. The Motor Vehicles Department has directed the police to ensure that both riders and pillion riders wear helmets and strictly follow traffic rules. The department also instructed that fine be imposed on those riding two-wheelers without helmets. അപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. അങ്ങനെ ഇല്ലാത്തവർക്ക് പിഴ ഈടാക്കുമെന്നാണ് ന്യൂസിൽ റിപ്പോർട്ട് തന്നിട്ടുള്ളത്. Don't you wear a helmet while riding a scooter or the two-wheelers? Can you explain the need for wearing helmets while riding two-wheelers? Discuss in the class and write it in your science diary. അപ്പോൾ ഒരു ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആൾ, സ്കൂട്ടിയൊക്കെ ഓടിക്കുന്ന ആൾ ഹെൽമെറ്റ് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Two-wheeler riders must wear the helmets because they protect the rider from severe head injuries during accidents, significantly reducing the risk of serious injury or death. അപ്പോൾ തലയ്ക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുകയാണെങ്കിൽ തലയ്ക്കുണ്ടാവുന്ന സിവിയർ ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറീസ്, തലയ്ക്ക് പരിക്കുണ്ടാകുന്നതിൽ നിന്നും അതിൻ്റെ ആഘാതത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഈ ഹെൽമെറ്റ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് വെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്കെലിട്ടൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് വെർട്ടിബ്രൽ കോളം. Where is our vertebral column found? Check yourself and find the location of the vertebral column. Vertebral column നമ്മുടെ ശരീരത്തിൽ എവിടെയാണുള്ളത്? നമ്മുടെ പുറത്തായിട്ടാണ് അല്ലേ? The vertebral column is a series of bones that help the body stand straight and move. നമ്മുടെ ശരീരം നിവർന്നു നിൽക്കാനും നമ്മളെ മൂവ്മെൻറ്റിനും സഹായിക്കുന്നത് ഈ വെർട്ടിബ്രൽ കോളമാണ്. The bones in the vertebral column are called vertebrae. വെർട്ടിബ്രൽ കോളത്തിലുള്ള ഈ ബോൺസിനെ, അതിനെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അടുക്കടുക്കായിട്ട് വെച്ചിരിക്കുന്ന കാണുന്ന എല്ലുകളില്ലേ, ആ ബോൺസിനെ വെർട്ടിബ്രേ എന്നാണ് വിളിക്കുന്നത്. The vertebral column consists of 33 vertebrae. 33 vertebrae ആണ് വെർട്ടിബ്രൽ കോളത്തിൽ ഉള്ളത്. Observe the picture to understand how orderly these vertebrae are arranged. The spinal cord, which is an important part of the nervous system, passes through the vertebral column. ഈ വെർട്ടിബ്രൽ കോളത്തിനുള്ളിലൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ്, നെർവസ് സിസ്റ്റത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്ന സ്പൈനൽ കോഡ് കടന്നു പോകുന്നത് ഈ വെർട്ടിബ്രൽ കോളത്തിനെയാണ്. ഹെൻസ് ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഓഫ് സ്പൈനൽ കോഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിബ്രൽ കോളത്തിനെ എന്താക്കിയിട്ട് പറയാം? പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഓഫ് സ്പൈനൽ കോഡ് എന്ന് പറയാം. സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കവർ ചെയ്യുന്ന ബോൺസിൻ്റെ ഒരു കൂട്ടമാണ് വെർട്ടിബ്രൽ കോളം എന്ന് നമുക്ക് പറയാം. If the vertebral column is severely damaged, it will be difficult to stand or walk. വെർട്ടിബ്രൽ കോളത്തിന് സിവിയറായിട്ട് കാര്യമായിട്ട് ക്ഷതമേൽക്കുകയാണെങ്കിൽ നമുക്ക് നടക്കാനും എണീറ്റ് നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കാണാറില്ലേ? അതായത് നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല അവർക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റിൽ സ്പൈനൽ കോഡ് ഇഞ്ചുർഡ് ആയാൽ അവർക്കതിന് സാധിക്കാതെ വരുന്നത് അതുകൊണ്ടാണ്.
സ്കെലിട്ടൻ്റെ മറ്റൊരു പാർട്ടാണ് റിബ്സ്, അതായത് നമ്മുടെ വാരിയെല്ല്. വേർ ആർ ദ റിബ്സ് ലൊക്കേറ്റഡ്? ട്രൈ ടു ഫീൽ ഇറ്റ് യുവർ സെൽഫ്. ദർ ആർ 12 പെയേഴ്സ് ഓഫ് റിബ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 12 പെയേഴ്സ് ഓഫ് റിബ്സ് ആണുള്ളത്, അതായത് 12 ജോഡികൾ, 12 പെയറുകൾ. സോ ടോട്ടൽ 24. ഓക്കെ, ദ റിബ്സ് റിഫോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹാർട്ട്, ലങ്സ് ആൻഡ് സം മേജർ ബ്ലഡ് വെസൽസ്. അപ്പം നമ്മളുടെ ശരീരത്തിലെ പ്രധാന ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള ഹാർട്ടിനെയും ലങ്സിനെയും പിന്നെ ചില ബ്ലഡ് വെസൽസിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ റിബ്സ് ആണ്. ദ റിബ്സ് ആർ കണക്റ്റഡ് ടു ദ വെർട്ടിബ്രൽ കോളം അറ്റ് ദ ബാക്ക് ആൻഡ് ടു ദ സ്റ്റേർണം ഇൻ ഫ്രണ്ട്. ഈ റിബ്സ് നമ്മുടെ ശരീരത്തിന് ബാക്കിലായിട്ട്, പുറത്തായിട്ട് എന്താ പറയുക, വെർട്ടിബ്രൽ കോളത്തിനോടും അതുപോലെ മുന്നിലേക്ക് സ്റ്റേർണത്തിനോടും, അതായത് നമ്മുടെ മാറലിനോടും ബന്ധിപ്പിച്ചിട്ടാണ്, കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് എ ഫ്യൂ തിങ്സ് അബൌട്ട് ദ സ്കൾ, വെർട്ടിബ്രൽ കോളം ആൻഡ് റിബ്സ്. നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ബോൺസ് ആർ ദെയർ ഇൻ ദ സ്കൾ? നമ്മുടെ സ്കളിൽ എത്ര ബോൺസ് ഉണ്ട്? 22 ബോൺസ് ആണ് ഉള്ളത്. എമംഗ് ദ ബോൺസ് ഇൻ ദ സ്കൾ, വിച്ച് വൺ ഈസ് കേപ്പബിൾ ഓഫ് മൂവ്മെന്റ്? സ്കളിലുള്ള ബോൺസിൽ മൂവ്മെന്റിന് സഹായിക്കുന്ന ഒരേ ഒരു ബോൺ ഏതാണ്, അല്ലെങ്കിൽ മൂവ്മെന്റ് സാധിക്കുന്ന ഒരേ ഒരു ബോൺ ഏതാണ്? ഹൗ മെനി വെർട്ടിബ്രേ ആർ ദെയർ ഇൻ ദ വെർട്ടിബ്രൽ കോളം? വെർട്ടിബ്രൽ കോളത്തിൽ എത്ര വെർട്ടിബ്രേ ഉണ്ട്? 33 ആണ്. വിച്ച് ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് സ്പൈനൽ കോഡ്? സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കവറിംഗ് ഏതാണ്? ബോൺസിന്റെ കവറിംഗ് ഏതാണ്? വെർട്ടിബ്രൽ കോളം ആണ്. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് വെർട്ടിബ്രൽ കോളം? വെർട്ടിബ്രൽ കോളത്തിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സ്പൈനൽ കോഡ് ആൻഡ് കീപ്സ് ദ ബോഡി ഇറക്റ്റ്. സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, നമുക്ക് നേരെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. വിച്ച് ബോൺസ് പ്രൊട്ടക്ട് ഹാർട്ട് ആൻഡ് ലങ്സ്? ഹാർട്ടിനെയും ലങ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ബോൺസ് ഏതാണ്? റിബ്സ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ മേജർ ഓർഗൻസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ സ്കൾ? സ്കളിനാൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന മേജർ ഓർഗൻസ് ഏതൊക്കെയാണ്? ബ്രെയിന്, ഐ, ഇയർ, ടങ്, നോസ്. ഇനി അടുത്തത് ബോൺസ് ഇൻ ആംസ് ആൻഡ് ലെഗ്സ്. നമ്മുടെ കൈകളിലും കാലുകളിലുമുള്ള എല്ലാ ബോൺസിനെ കുറിച്ചാണ് നോക്കുന്നത്. ഹൗ മെനി ബോൺസ് ആർ ദെയർ ഇൻ ഈച്ച് ഹ്യൂമൻ ആംസ്? ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ ബോൺസ് ഇൻ ദ ഹ്യൂമൻ ആം. ഈച്ച് ഹ്യൂമൻ ആം ഹാസ് 32 ബോൺസ്. ഒരു മനുഷ്യൻ്റെ ഒരു കയ്യിൽ 32 ബോൺസ് ആണുള്ളത്. സോ രണ്ട് ഹാൻഡ്സിലും കൂടെ ആയിട്ട് 32 × 2 64 ബോൺസ് ആണ് ആകെയുള്ളത്. ഹ്യൂമൻസ് ഹാവ് എബിലിറ്റി ടു സ്റ്റാൻഡ് ഓൺ 2 legs. ബോൺസ് ഇൻ ദ ലെഗ്സ് ആർ സ്ട്രോങ്ങർ ദാൻ ദോസ് ഇൻ ദ ആം. മനുഷ്യനെ സംബന്ധിച്ച് അവന് 2 കാലിൽ നിൽക്കാനുള്ള എബിലിറ്റി ഉണ്ട്, അല്ലേ, കഴിവുണ്ട്. അപ്പോൾ കൈകളിലെ ബോണിനെക്കാട്ടിലും സ്ട്രോങ് ആണ് നമ്മുടെ കാലുകളിലുള്ള ഈ ബോൺ. അതെന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് നമ്മളുടെ ഹോൾ വെയിറ്റ്, നമ്മളുടെ മുഴുവൻ ഭാരവും താങ്ങാനുള്ളത് ഈ കാലാണ്, അതുകൊണ്ടാണ്. ദർ ആർ 31 ബോൺസ് ഇൻ ഈച്ച് ലെഗ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഓരോ കാലിലും 31 ബോൺസ് ആണുള്ളത്. ഒരു കാലിൽ 31 ബോൺസ്. സോ 2 കാലിലും കൂടെ ആയിട്ട് 31 × 2 62 ബോൺസ് ആണ് ഉള്ളത്. വിച്ച് ഈസ് ദ ലോങ്കസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ബോൺ എന്ന് പറയുന്നത് ഏതാണ്? ഫീമർ ആണ്, അതായത് നമ്മുടെ തുടയിലാണ്, തുടയിലുണ്ടാവുന്ന എല്ല്. ഡു ദ ആംസ് ഹാവ് മോർ എബിലിറ്റി ദാൻ ദ ലെഗ്സ്? മൂവ് ബോത്ത് യുവർ ആംസ് ആൻഡ് ലെഗ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട്. ഒബ്സർവ് ദ സ്കെലിട്ടൺ ഇൻ യുവർ സ്കൂൾ ലബോറട്ടറി ആൻഡ് ഐഡന്റിഫൈ ദ ബോൺസ് ഇൻ ഈച്ച് പാർട്ട് ഓഫ് ദ ബോഡി. അണ്ടർസ്റ്റാൻഡ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ബോൺസ്. നിങ്ങളുടെ സ്കൂൾ BS ലാബിലുള്ള സ്കെലിട്ടൻ്റെ ബോഡി കാണുക നിങ്ങൾ, എന്നിട്ട് അതിൽ നിന്ന് ഓരോ ബോൺസും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. At birth, our body has about 300 bones. As we reach adulthood, many of these bones fuse together and the number reduces to 206. Make a list of the number of bones found in each part of the human body. Calculate the total number of bones in the human body. ഒരു മനുഷ്യന് ജനിക്കുന്ന സമയത്ത്, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അതിന് ഏകദേശം 300 ബോൺസ് ഉണ്ടാവും. പക്ഷേ വലുതായി അഡൾട്ട്ഹുഡിലേക്ക് എത്തുന്ന സമയത്ത് ഇതിലുള്ള പല ബോൺസും പരസ്പരം ജോയിൻ ആയിട്ട് ആ ആകെ ബോൺസ് 206 ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഓരോ ബോഡി പാർട്ടും അതിലുള്ള ബോൺസിൻ്റെ നമ്പറും എഴുതാൻ. നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ബോഡി പാർട്ട് എന്ന് പറയുന്നത് വെർട്ടിബ്രൽ കോളമാണ്. വെർട്ടിബ്രൽ കോളത്തിൽ 33 ബോൺസ് ആണുള്ളത്. പിന്നെ സ്റ്റേർണത്തിൽ ഒരേ ഒരു ബോണേ ഉള്ളൂ. നെക്സ്റ്റ് ബോത്ത് ആംസ്, 2 കൈകളിലും കൂടെ ആയിട്ട്, ഒരു ആമിൽ 32 ആണ്. സോ 2 കൈകളിലും കൂടെ ആയിട്ട് 64. ബോത്ത് ലെഗ്സ്, 2 കാലിലും കൂടെ ആയിട്ട് 62. ഒരു കാലിൽ 31 ആണ്. സോ 2 62. റിബ്സിൽ 24, സ്കളിൽ 22. സോ ടോട്ടൽ 206 ബോൺസ്. You have now understood more about the skeleton. Bones are responsible for the production of blood cells and the storage of minerals. അപ്പോൾ ബോൺസിൻ്റെ മറ്റ് ഫങ്ഷൻസ് എന്താണ്?
നമ്മളെ ശരീരത്തിന് ബലം നൽകുന്നു അല്ലെങ്കിൽ നേരെ നിൽക്കാൻ സഹായിക്കുന്നു എന്നതിന് പുറമെ ദോസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ് ആൻഡ് ദ സ്റ്റോറേജ് ഓഫ് മിനറൽസ്. Now consolidate the functions of bones and write them in your science diary. ബോൺസിന്റെ മറ്റ് ഫങ്ഷൻസ് കൂടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. The skeleton gives shape to the body. നമ്മുടെ ശരീരത്തിന് ഷേപ്പ് നൽകുന്നത് skeleton ആണ്. Bones provide strength to the body. ശരീരത്തിന് ബലം നൽകുന്നത് bones ആണ്. Bones help in movement. നമ്മളെ ചലനത്തിന് സഹായിക്കുന്നത് bones ആണ്. It protects the internal organs. നമ്മുടെ ശരീരത്തിനകത്തുള്ള internal organsനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് bones ആണ്. It helps to stand straight. നമ്മളെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നതും bones ആണ്. Cartilages. Examine your ears and nose. Do they feel as strong as the bones in your arms and legs? Can't you bend them? Why is it possible? What type of bones is present there? Let's discuss. അപ്പോൾ നമ്മളുടെ കൈകളെയോ കാലുകളെയോ പോലെയല്ല നമ്മൾ നമ്മുടെ മൂക്കും ചെവിയും ഒക്കെ തൊടുന്ന സമയത്തല്ലേ അതിൽ ബോൺസ് ഉണ്ട്. പക്ഷെ അതിൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അല്ലേ. നമുക്ക് എന്താ പറയുക ബെൻഡ് ചെയ്യിക്കാനും കുനിയിക്കാനായിട്ടും ഇതിനൊക്കെ പറ്റും. ഇങ്ങനെ മടക്കാനും പിരിക്കാനൊക്കെ പറ്റും അല്ലേ. കാർട്ടിലേജസ് ആർ ഫ്ലെക്സിബിൾ പാർട്സ് വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോഡി ലൈക്ക് ബോൺസ്. അപ്പോൾ എല്ലുകളെ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. കാർട്ടിലേജ് എന്നാണ് വിളിക്കുന്നത്. അവരെന്തായിരിക്കും നമ്മുടെ ശരീരത്തിന് സ്ട്രെങ്ത് നൽകുന്നുണ്ട്. പിന്നെന്താണ് ഫ്ലെക്സിബിൾ പാർട്ടാണ് ഈ കാർട്ടിലേജ്. They are softer than bones and are found in both the human body and the bodies of other animals. അപ്പോൾ ഇവ ബോൺസിനെ അപേക്ഷിച്ച് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. ഹ്യൂമൻ ബോഡിയിലും കാണുന്നുണ്ട്, മറ്റ് ആനിമൽസിൻ്റെ ബോഡിയിലും കാർട്ടിലേജ് കാണുന്നുണ്ട്. Primarily cartilages are found in the ears, nose, elbows, knees, ankles, trachea and the discs between the vertebrae. സാധാരണയായിട്ട് കാണുന്നത് എവിടെയാണ് കാർട്ടിലേജ്? നമ്മുടെ ഇയറിൽ, നോസിൽ, എൽബോസിൽ, നീസിൽ, ആങ്കിൾസിൽ, ട്രക്കിയയിൽ, പിന്നെ രണ്ട് വെർട്ടിബ്രയ്ക്ക് ഇടയിലുള്ള ഡിസ്കുകളിലും. നെക്സ്റ്റ് നോക്കൂ, ജോയിൻസ്. Can't we bend and straighten our arms, legs and fingers easily? How is this possible? നമുക്ക് നമ്മുടെ കൈയും കാലുകളൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. രണ്ട് ഫിഗേഴ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. The picture of the bones in the human hand, that is in figure 1, and a model made of cardboard, that is in figure 2, are provided above. Carefully observe the figures and identify the differences between the two figures in relation to the movement of the hand. അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഫിഗറിൽ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യിക്കാം അല്ലേ, നമ്മുടെ കൈ ഫ്രീ ആയിട്ട് ബെൻഡ് ചെയ്യിക്കാനായിട്ട് പറ്റും. എന്നാൽ രണ്ടാമത്തെ ഫിഗറിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് ബെൻഡ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. വാട്ട് ഇഫ് അവർ ഹാൻഡ് വാസ് ലൈക്ക് ദ വൺ ഇൻ ഫിഗർ 2? നമ്മുടെ കൈ രണ്ടാമത്തെ ചിത്രത്തിൽ പോലെയുള്ള അതുപോലെയായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. ടേക്ക് തിൻ പൈപ്സ് യൂസ്ഡ് ഫോർ വയറിംഗ് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ യുവർ ഫിംഗേഴ്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ 3. നൗ ട്രൈ റൈറ്റിംഗ് ഇൻ എ ബുക്ക് വിത്ത് ദാറ്റ് ഹാൻഡ് യൂസിങ് എ പെൻ. ആർ യു ഏബിൾ ടു റൈറ്റ്? നോ. വാട്ട് ഈസ് ദ റീസൺ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള പൈപ്പുകൾ ചുറ്റി നോക്കുക. എന്നിട്ട് ഒരു പേന ഉപയോഗിച്ച് ബുക്കിൽ എഴുതാൻ ശ്രമിച്ചു നോക്കൊണ്ടു. നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയുമോ? ഇല്ല അല്ലേ. കാരണം എന്താണ്? അതുപോലെ ഈസിലി മൂവ് ചെയ്യാനോ ബെൻഡ് ചെയ്യാനോ സാധിക്കാത്തത് കൊണ്ട് അത് ബ്രേക്കായി പോവുകയാണ് ചെയ്യുക. What if all the bones in our body were just a single bone? What difficulties would we face? Try to guess. We are able to move our bones because we have joints. നമ്മളുടെ ശരീരം മുഴുവൻ ഒരൊറ്റ എല്ലാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയില്ല അല്ലേ, ഡിഫിക്കൽട്ടീസ് വരാം. അപ്പോൾ ഈ ബോൺസ് പരസ്പരം യോജിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് ജോയിൻസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് മൂവ്മെൻറ്റ് സിമ്പിളാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ജോയിൻസ് എന്ന് നോക്കാം. എ ജോയിന്റ് ഈസ് ദ പാർട്ട് where two or more bones meet. There are different types of joints in our body. Some joints are movable and some immovable. അപ്പോൾ എന്താണ് മക്കളെ ജോയിന്റ് എന്ന് പറയുന്നത്? രണ്ട് ബോൺസ് കൂടി ചേരുന്ന പാർട്ടിനെയാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. ചില ജോയിൻറ്റ്സ് നമുക്ക് മൂവ് ചെയ്യാം, ചിലത് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. ഇനി ഓരോ ജോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഹിഞ്ച് ജോയിൻ്റ് ആണ്. ലൈക്ക് ദ ഹിഞ്ചസ് ഇൻ എ ഡോർ ഓർ വിൻഡോ, ദ ബോൺസ് ഇൻ ദ എൽബോ ആൻഡ് ദ നീ ക്യാൻ ബി മൂവ്ഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. നമ്മളുടെ വീട്ടിലുള്ള വിൻഡോസിലും അതുപോലെ ഡോറിലൊക്കെ വെക്കുന്ന ഹിഞ്ച് പോലെ, വിജാഗിരി എന്ന് പറയില്ലേ, ആ വിജാഗിരി പോലെയാണ് ഈ ജോയിൻറ്റ്സ് വരുന്നത്. നമുക്ക് ആ ഹിഞ്ചസ് ഒരു സൈഡിലേക്ക് മാത്രമല്ലേ മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ.
അതുപോലെ തന്നെ ഇതും അങ്ങനെ മാത്രമേ ഇതും മൂവ്മെൻറ്റ് ഇതിനും സാധ്യമായിട്ടുള്ളൂ. ദിസ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഫൗണ്ട് ഇൻ ദ എൽബോ ആൻഡ് നീ ഈസ് കോൾഡ് ഹിഞ്ച് ജോയിൻറ്റ്. അപ്പോൾ ഇത് കാണപ്പെടുന്നത് എൽബോയിലും നീയിലുമാണ്, നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലുമാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് ഡിസ്കസ് ദ ലൊക്കേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിഞ്ച് ജോയിൻറ്റ്സ്. റെക്കോർഡ് ദം ഇൻ യുവർ സയൻസ് ഡയറി. താഴെയുള്ള ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹിഞ്ച് ജോയിൻറ്റ് പാർട്സ് ഓഫ് ബോഡി കാണപ്പെടുന്നത് എവിടെയാണ്? എൽബോയും നീയുമാണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ലൈക്ക് ഹിഞ്ചസ് ദിസ് ക്യാൻ ബി മൂവ്ഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഇതിന് മൂവ്മെൻറ്റ് സാധ്യമായിട്ടുള്ളൂ. ലെറ്റ്സ് മേക്ക് എ മോഡൽ ഓഫ് എ ഹിഞ്ച് ജോയിൻറ്റ്. ഇനി ഹിഞ്ച് ജോയിൻറ്റിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ ദിസ് ലെറ്റ്സ് ഡു ദ ആക്ടിവിറ്റി ഇൻ ഗ്രൂപ്പ്സ്. ദ പിക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് പ്രൊവൈഡഡ് ബിലോ ക്യാൻ ബി യൂസ്ഡ്. To make a hinge joint, make separate pieces of cardboard or multi-wood in the shapes of the parts of a hand as shown in the picture. How can these two parts be joined? Write in your science diary how these parts can be joined using a hinge to make it movable. What are the similarities between the movement of the elbow and that of the model of the hand? അപ്പോൾ കാർഡ്ബോർഡ് അല്ലെങ്കിൽ മൾട്ടിവുഡ് എടുത്തിട്ട് നിങ്ങൾ ഹാൻഡിൻ്റെ ഷേപ്പിൽ ഇതുപോലെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ ഒരു ഹിഞ്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് എഴുതുക. ദീസ് ബോൺസ് ലൈക്ക് ഹിഞ്ചസ് ഓൺ ഡോർസ് ആൻഡ് വിൻഡോസ് ക്യാൻ ഓൺലി മൂവ് ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ വിൻഡോസിലും ഡോറിലൊക്കെ ഉള്ള ഹിഞ്ച് പോലെ തന്നെ ഈ ബോണിന് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ മൂവ്മെൻറ്റ് ഉണ്ടാവൂ എന്ന് നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കുമ്പോൾ മനസ്സിലാവാനായിട്ട് പറ്റും. ഇനി ഹിഞ്ച് ജോയിൻറ്റിനെ പോലെ തന്നെ മറ്റൊരു ജോയിൻ്റ് ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഷോൾഡർ ജോയിൻറ്റ് സിമിലർ ടു ദാറ്റ് എൽബോ ആൻഡ് നീ? ട്രൈ മൂവിങ് യുവർ ആം സൈഡ് വൈസ്. കാൺ ദ ഷോൾഡർ ജോയിൻറ്റ് ബി മൂവ് ഇൻ ഓൾ ഡയറക്ഷൻ? ട്രൈ ഡൂയിങ് ഇറ്റ്. ഹൗ ഇസ് ദിസ് പോസിബിൾ? അപ്പോൾ നമ്മളുടെ കൈകളിലെ പോലെയോ കൈമുട്ട് പോലെയോ അല്ലെങ്കിൽ കാൽമുട്ട് പോലെയോ അല്ലല്ലേ നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് വരുന്നത്. നമുക്ക് കൈമുട്ടും കാൽമുട്ടൊക്കെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ മൂവ്മെൻറ്റ് പറ്റുകയുള്ളൂ. പക്ഷേ ഷോൾഡർ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? 360 ഡിഗ്രിയിൽ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവിടെയുള്ള ജോയിൻറ്റ് ഹിഞ്ച് ജോയിൻറ്റ് അല്ല, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഷോൾഡർ ബോൺ ആൻഡ് ഹിപ്പ് ബോൺ. The ball and socket joint is the joint with maximum freedom of movement. It is arranged in such a way that the round end of one bone, that is ball, is able to rotate in the cavity, that means socket of another bone. അപ്പോൾ ഏറ്റവും കൂടുതൽ ജോയിൻസിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് സാധ്യമാവുന്ന ജോയിൻറ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ബോണിൻ്റെ ബോള്, അതായത് ബോള് പോലുള്ള ഒരു ഭാഗം മറ്റൊരു ബോണിൻ്റെ ക്യാവിറ്റി സോക്കറ്റ് പോലുള്ള മറ്റൊരു ഭാഗത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ബോൾ ഇങ്ങനെ കിടന്ന് ഈ സോക്കറ്റിൽ കിടന്ന് മൂവ്മെൻറ്റ് നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ജോയിൻ്റ് ഉള്ള ഭാഗങ്ങളിൽ മൂവ്മെൻറ്റ് സാധ്യമാവുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഷോൾഡർ ആൻഡ് ഹിപ്പ്. അപ്പം നമ്മളുടെ ഷോൾഡറിലും ഹിപ്പിലും, അതായത് തോളിലും നമ്മളുടെ ഇടുപ്പിലാണ് ഈ 2 ജോയിൻറ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 2 പാർട്ടും എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും അല്ലേ? ഐഡൻറ്റിഫൈ ദ ഏരിയാസ് ഇൻ അവർ ബോഡി വേർ ദ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്സ് ആർ ഫൗണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് കാണുന്ന ബോഡി പാർട്ട് എന്ന് പറയുന്നത് ഷോൾഡർ, ഹിപ്പ്. അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ജോയിൻറ്റ് വിത്ത് ദ മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യാൻ സാധ്യമാവുന്ന ജോയിൻറ്റ് ഇതാണ്. ദ റൗണ്ടഡ് എൻഡ് ഓഫ് വൺ ബോൺ റൊട്ടേറ്റ്സ് ഇൻ ദ ക്യാവിറ്റി ഓഫ് അനദർ ബോൺ. ഇനി ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്നതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിന് വേണ്ട മെറ്റീരിയൽസ് 2 ഐസ്ക്രീം ബോൾസ്, പിന്നെ ഒരു ബിഗും ഒരു സ്മോളും, ദെൻ ഒരു വുഡൻ സ്കെയില്, പിന്നെ നട്ട് ആൻഡ് ബോൾസ്, പിന്നെ 2 എണ്ണം വീതം. ഓക്കെ. കട്ട് ഓഫ് എ സ്മോൾ പാർട്ട് ഓഫ് എ ബിഗ് ഐസ്ക്രീം ബോൾ in such a way that the small ice cream ball remains fitted inside it. Fix the 2 ice cream balls on the wooden scale using nuts and bolts as shown in the picture. Hold the scale with the large ice cream ball in one hand and try rotating the scale with the small ice cream ball. Doesn't it resemble the shoulder movement? അപ്പോൾ 2 ഐസ്ക്രീം ബോൾ എടുക്കുക, ഒരു വലുതും ഒരു ചെറുതും. ഈ വലുതിനുള്ളിൽ ചെറുത് ഫിറ്റ് ആവുന്ന രീതിയിൽ വേണം നിങ്ങൾ ചെറിയ ബോൾ കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരു വുഡൻ സ്കെയിലിൽ നിങ്ങൾ നട്ട് ആൻഡ് ബോൾട്ട് വെച്ചിട്ട് ഈ 2 ബോൾ എന്താ പറയുക ഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വലിയ ഐസ്ക്രീം ബോളുള്ള ഈ വുഡൻ പ്ലേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ വെക്കുക. ചെറിയ ഐസ്ക്രീം ബോളുള്ളത് നിങ്ങളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഷോൾഡർ മൂവ്മെൻറ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റും വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ജോയിൻറ്റ് പിവറ്റ് ജോയിൻ്റ് ആണ്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ നെക്ക് ജോയിൻറ്റ്? ട്രൈ മൂവിങ് ദ നെക്ക്. ഇനി നെക്ക് നിങ്ങളൊന്ന് മൂവ് ചെയ്ത് നോക്കൂ. ആർൻറ്റ് യു ഏബിൾ ടു മൂവ് ഇറ്റ് ഫോർവേഡ്, ബാക്ക്വേർഡ്, ടുവേർഡ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്? ഹൗ മച്ച് ക്യാൻ ഇറ്റ് ബി റൊട്ടേറ്റഡ്? ദിസ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഇസ് കോൾഡ് ദ പിവറ്റ് ജോയിൻറ്റ്. നിങ്ങൾക്ക്
നെക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്കും പിന്നിലേക്കും രണ്ട് ലെഫ്റ്റിലേക്കും സൈഡിലേക്കും മൂവ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ. ഈ ടൈപ്പ് ജോയിന്റിനെയാണ് നമ്മൾ പിവറ്റ് ജോയിന്റ് എന്ന് പറയാം. ഒബ്സർവ് ദ ടേബിൾ ഷോയിങ് ദ ബോഡി പാർട്സ് വെർ പിവറ്റ് ജോയിന്റ്സ് ആർ ഫൗണ്ട് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി താഴെ തന്നിരിക്കുന്ന ടേബിൾ നോക്കൂ. ജോയിന്റ് പിവറ്റ് ജോയിന്റ് ആണ്. അത് കാണപ്പെടുന്ന ബോഡി പാർട്ട് നെക്കാണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എ ബോൺ ദാറ്റ് മൂവ്സ് ഫോർവേഡ് ബാക്ക്വേർഡ് ആൻഡ് സൈഡ് ടു സൈഡ് ഇൻ അനദർ ബോൺ. മറ്റൊരു ബോണിലായിട്ട് മുന്നിലേക്കും പിന്നിലേക്കും പിന്നെ രണ്ട് സൈഡിലേക്കും മാത്രമായിട്ട് മൂവ്മെന്റ് ചെയ്യുന്ന ബോണാണ് പിവറ്റ് ജോയിന്റ്. ലെറ്റ്സ് മേക്ക് എ മോഡൽ ഓഫ് ദ പിവറ്റ് ജോയിന്റ് വിത്ത് യുവർ ഫ്രണ്ട്. ഇനി നിങ്ങൾക്ക് പിവറ്റ് ജോയിന്റിന്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. To make a model of the pivot joint, take a powder tin as shown in the picture. Have you noticed the lid of such a powder tin? How does the lid move? Does it have any similarity with the movement of your neck? Fix the head of a doll on the lid of a powder tin for making a model of a pivot joint. Just as we turn our neck sideways, can't the doll's necks also be turned? അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരു പൗഡർ ടിൻ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ആ പൗഡർ ടിൻ എടുക്കുക, ഒരു ഡോൾ എടുക്കുക, അതിന്റെ ഹെഡ് ഈ പൗഡർ ടിന്നിലേക്ക് ഇറക്കി വെക്കുക. ഇതുപോലെ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഡോളിന്റെ നെക്ക് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ പിവറ്റ് ജോയിന്റ് പോലെ തന്നെ കഴുത്ത് പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും കേട്ടോ. ലിസ്റ്റ് ഔട്ട് 3 types of joints in your body and their characteristics in the table. Present it in front of the class. Record it in your science diary. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള 3 ജോയിൻസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സും ഏതൊക്കെ ബോഡി പാർട്സിലാണ് കാണുന്നത് എന്നുള്ള ഒരു ടേബിൾ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് എഴുതി കൊടുക്കാം. ആദ്യത്തേത് ഹിഞ്ച് ജോയിന്റ് ആണ്. അത് കാണപ്പെടുന്ന ബോഡി പാർട്ട് എൽബോ, നീ. പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് വരുന്നത് ലൈക്ക് ഹിഞ്ചസ്, ദിസ് ക്യാൻ ബി മൂവ്ഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. നെക്സ്റ്റ് ജോയിന്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. പാർട്ട് ഓഫ് ദ ബോഡി കാണപ്പെടുന്ന ബോഡി പാർട്ട് ഷോൾഡർ ജോയിന്റും ഹിപ്പ് ജോയിന്റും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ദ ജോയിന്റ് വിത്ത് ദ മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ദ റൗണ്ടഡ് എൻഡ് ഓഫ് ദ ബോൺ റൊട്ടേറ്റ്സ് ഇൻ ദ ക്യാവിറ്റി ഓഫ് അനദർ ബോൺ. നെക്സ്റ്റ് ജോയിന്റ് പിവോട്ട് ജോയിന്റ് ആണ്. കാണപ്പെടുന്ന ബോഡി പാർട്ട് നെക്കാണ്. എ ബോൺ ദാറ്റ് മൂവ്സ് ഫോർവേഡ് ബാക്ക്വേർഡ് ആൻഡ് സൈഡ് ടു സൈഡ് ഇൻ അനദർ ബോൺ എന്നതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് വരുന്നത്. ഫ്രാക്ചർ. ലുക്ക് അറ്റ് ദ റൈറ്റ് ആം ഓഫ് ദ ചൈൽഡ് ഇൻ ദ പിക്ചർ. വാട്ട് ഹാപ്പൻ? Have any of you faced such problems? Why is it necessary to keep it bound in such a way? അപ്പോൾ ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ള കുട്ടിയുടെ റൈറ്റ് ഹാൻഡ് കണ്ടോ മക്കളെ? ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട് അല്ലേ? അതെന്താണ്? ആ കുട്ടിക്ക് കൈയിന്റെ എല്ലിനെന്തോ പൊട്ടലെന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലേ? Haven't you seen an X-ray sheet like the one in the picture? Which part of the body is shown in the picture? Does the bone in the picture have a fracture or crack? നമുക്ക് ഇവിടെ ഒരു എക്സ്റേ ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൽ കാണിച്ചിട്ടുള്ള ബോണിൽ എന്തെങ്കിലും ക്രാക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. അവിടെ റെഡ് മാർക്കിൽ ഒരു ക്രാക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ? ബോണിന് വന്നിരിക്കുന്ന ക്രാക്കാണ്, പൊട്ടലാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് ഫ്രാക്ചർ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫ്രാക്ചർ ഈസ് ദ ബ്രേക്കിംഗ് ഓർ ക്രാക്കിംഗ് ഓഫ് എ ബോൺ. ഒരു എല്ലിന് വരുന്ന വിള്ളലോ അല്ലെങ്കിൽ പൊട്ടലോ ആണ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഫ്രാക്ചേഴ്സ് ക്യാൻ ഒക്കർ ഇൻ 3 ways. 3 തരത്തിൽ ഫ്രാക്ചർ വരാം. A simple fracture occurs when the bone cracks, breaks or dislocates. ഒരു സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത് എന്താണ്? എല്ല് ബോണിന് പൊട്ടലോ അല്ലെങ്കിൽ വിള്ളലോ അല്ലെങ്കിൽ അതിന്റെ സ്ഥാനമാറ്റം സംഭവിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുക. The fracture in which the bone breaks and comes out piercing the muscles is called a compound fracture. ഇനി ബോൺ ബ്രേക്ക് ചെയ്ത് അത് നമ്മുടെ മസിൽസിനെയൊക്കെ തുളച്ച് പുറത്തേക്ക് വരുന്ന അവസ്ഥയെയാണ് നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുക. ഹിയർ വൂൺസ് മേ ഓൾസോ ഒക്കർ അലോങ് വിത്ത് ദ ഫ്രാക്ചർ. ഇങ്ങനെയുള്ള ഫ്രാക്ചറിൽ, അതായത് കോമ്പൗണ്ട് ഫ്രാക്ചറിൽ വൂൺസ്, പുറത്തേക്ക് മുറിവുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എ കോമ്പൗണ്ട് ഫ്രാക്ചർ ദാറ്റ് ഒക്കേഴ്സ് നിയർ ദ ഇന്റേണൽ ഓർഗൻസ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. ഇനി ഈ കോമ്പൗണ്ട് ഫ്രാക്ചർ തന്നെ നമ്മളുടെ ഏതെങ്കിലും ഇന്റേണൽ ഓർഗൻസിന് അടുത്തായിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നു. ഇൻ സച്ച് കേസസ് ദ ബോൺസ് ബ്രേക്സ് ആൻഡ് കോസസ് ഇഞ്ചുറി ടു ദ ഇന്റേണൽ ഓർഗൻസ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ബോൺ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് ക്ഷതം സംഭവിക്കാനും പരിക്ക് പറ്റാനും സാധ്യതയുണ്ട്. Now prepare a note on different types of fractures and present it before the class. Discuss the situations in which fractures or cracks can occur. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ചറിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ എഴുതി കൊടുത്താൽ മതി. ഫ്രാക്ചർ ക്യാൻ ഒക്കർ ഇൻ 3 ways. എ സിമ്പിൾ ഫ്രാക്ചർ ഒക്കേഴ്സ് when the bone cracks, breaks and dislocates. The fracture in which the bone breaks and comes out piercing the muscles is called a compound fracture. Here wounds may also occur along with the fracture. The compound fracture that occurs near the internal organs is a complicated fracture.
In such cases, the bone breaks and causes injury to the internal organs. നെക്സ്റ്റ് നമുക്ക് എക്സ്റേ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. The X-rays was discovered in 1895 by William Conrad Röntgen, a German physicist. It was Röntgen who took the photographic image of the bones in the human hand using X-ray. X-rays can pass through the muscles but not through the bones. അപ്പോൾ എക്സ്റേസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനുള്ളിലെ മസിൽസിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ എല്ലുകളിലൂടെ പാസ് ചെയ്യുന്നില്ല. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ക്ലിയർ ഇമേജസ് കിട്ടുന്നത്. ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ഇഫ് ദർ ഇസ് എ ഫ്രാക്ചർ? ഇനി നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ ഫ്രാക്ചർ ഉണ്ടെന്ന് നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? പെയിൻ ഇൻ ദ ഇഞ്ചേർഡ് ഏരിയ, മുറിവ് പറ്റിയ സ്ഥലത്ത് വേദന ഉണ്ടാവും. ഡിഫിക്കൽട്ടി ഇൻ മൂവിങ് ദ ഇഞ്ചേർഡ് പാർട്ട്, പരിക്ക് പറ്റിയ സ്ഥലം മൂവ് ചെയ്യാൻ അനക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഡിഫറൻസസ് വെൻ കമ്പയർഡ് വിത്ത് സിമിലർ പാർട്സ്, ഇപ്പോൾ ഒരേ ഭാഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാറ്റങ്ങൾ തോന്നാം. അതായത് കയ്യിലാണ് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കൈയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിൽ വീക്കമോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിസ്ലൊക്കേഷൻ പോലെയോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യാം. അപ്പോഴും നമുക്ക് ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇഫ് ദ സിംറ്റംസ് ആർ പ്രസന്റ്, ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ ഇമ്മീഡിയറ്റ്ലി. അപ്പം ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ നിർബന്ധമായും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരിക്കണം. ഇനി ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ദാറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു സംവൺ വിത്ത് എ ഫ്രാക്ചർ? What happens if the fractured part is moved or shaken? How can we keep it immobilized? Share your ideas. എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് നോക്കാം നമുക്ക്. The injured part should be kept immobilized. ആദ്യം പരിക്ക് പറ്റിയ ഭാഗം എന്ത് ചെയ്യണം? ഇളക്കാതെ വെക്കണം, മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ വെക്കണം. For that the injured part can be bandaged using a splint. അതിന് വേണ്ടിയിട്ട് ഇഞ്ചുറി പറ്റിയ ഈ ഭാഗം ഒരു സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കണം. The splint should be made with a strong plate of wood, metal or plastic. അപ്പോൾ നല്ല കട്ടിയുള്ള മരത്തടിയോ അല്ലെങ്കിൽ മെറ്റലോ പ്ലാസ്റ്റിക്കോ കൊണ്ട് നിങ്ങൾക്ക് സ്പ്ലിന്റ് ഉണ്ടാക്കാവുന്നതാണ്. ടു നോട്ട് ട്രൈ ടു മൂവ് ദ ഇഞ്ചേർഡ് പാർട്ട്. എന്നിട്ട് ഈ ഇഞ്ചുറി പറ്റിയ ഭാഗം ഇളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എ പേഴ്സൺ വിത്ത് എ ബോൺ ഫ്രാക്ചർ ഷുഡ് ബി ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിംഗ് ഫസ്റ്റ് എയ്ഡ്. ഈ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ആളെ എത്തിക്കുകയും വേണം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഫിക്സ് ദ സ്പ്ലിന്റ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. ഡു ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡൾട്ട്സ്. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് സ്പ്ലിന്റ് ചെയ്യേണ്ടത് എന്നുള്ള ചിത്രം നമുക്ക് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആക്ട് ഔട്ട് ദ ഫോളോയിങ് സെനാരിയോ ഇൻ ഗ്രൂപ്പ്സ് ഇൻ ദ ക്ലാസ്. എ ചൈൽഡ് ഫോൾസ് വൈൽ പ്ലേയിങ്, സിവിയർ പെയിൻ ഇൻ ദ ലെഗ്, എക്സാമിനേഷൻ ഓഫ് ദ ഫ്രാക്ചർ, ഗിവിംഗ് ഫസ്റ്റ് എയ്ഡ്, ഹോസ്പിറ്റലൈസേഷൻ. അപ്പോൾ ഒരു കുട്ടിക്ക് വീഴുന്നു, മുറിവ് പറ്റുന്നു, വേദന വരുന്നു, കാലിന് പെയിൻ വരുന്നു, പിന്നെന്താ അവിടെ എക്സാമിനേഷൻ ചെയ്യുന്നു, അതായത് ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുന്നു, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു ഡ്രാമയായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആക്റ്റായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ഇനാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റസ് ഗ്രൂപ്പ്സ് അസസ് ഈച്ച് അതേഴ്സ് പെർഫോമൻസ്. ലിസൺ ടു ദ ഡോക്ടർ. ഇനി ഇവിടെ ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കും മക്കളെ. ഫ്രാക്ചർ ഈസ് ദെയർ, മെറ്റൽ റോഡ്സ് ആർ ടു ബി ഫിക്സ്ഡ്. ഫ്രാക്ചർ ഉണ്ട്, കയ്യിന് ഫ്രാക്ചർ ഉണ്ട്, പൊട്ടുണ്ട്, മെറ്റൽ റോഡ് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിലർക്കൊക്കെ കയ്യിനും കാലിനൊക്കെ പരിക്ക് പറ്റുമ്പോൾ അതിനുള്ളിൽ കമ്പി ഇടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതെന്തിനാണ്? Why do we use the metal rod for fixing a fractured bone? Usually, the fractured part is properly joined and fixed by screwing on metal rods. This helps the bones to stay stable and heal quickly. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്ത് എന്താ ചെയ്യുക? ഈ പൊട്ടിപ്പോയ എല്ലുകൾ തമ്മിൽ ഒരു ചെറിയ മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ മെറ്റൽ റോഡ് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അത് നമുക്ക് പെട്ടെന്ന് ഇത് ഹീൽ ചെയ്യാനും, അതായത് അവിടെ പരിക്ക് പറ്റിയതും പെട്ടെന്ന് മാറി കിട്ടാനും പിന്നെ എല്ല് പെട്ടെന്ന് സ്റ്റേബിൾ ആവാനും സഹായിക്കും. നീ റീപ്ലേസ്മെന്റ്. ഇനി നിങ്ങൾ നീ റീപ്ലേസ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാൽമുട്ട് മാറ്റി വെക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാൽമുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയയിലൂടെ ചെയ്യാവുന്നതാണ്. വെയിറ്റ് ഗെയിൻ ആൻഡ് ഡിക്രീസ്ഡ് കാൽഷ്യം ഇൻ ദ ബോൺസ് ക്യാൻ കോസ് വിയർ ആൻഡ് ടിയർ ഓഫ് ദ നീ. അപ്പോൾ ഭാരം കൂടുതലാവുകയും അമിത ഭാരം കാരണം അതുപോലെ കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടും എന്തുണ്ടാവാം? കാൽമുട്ടിന് തേയ്മാനം സംഭവിക്കാം. നീ പെയിൻ ഓൾസോ ഒക്കേഴ്സ് വിത്ത് ഏജിങ്. പ്രായമാവും തോറും കാൽമുട്ട് വേദനയും ഉണ്ടാവാം. After a medical examination of the joints, the process of removing a diseased or worn out knee bone and replacing it with an artificial knee consisting of ceramic, metal and plastic components is called knee replacement. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ്റെ ശേഷമായിട്ട് ഈ കാൽമുട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുകയും തേയ്മാനം വന്ന കാൽമുട്ട് റിമൂവ് ചെയ്ത് അതിന് പകരമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു നീ വെക്കുകയും മെറ്റലോ സെറാമിക്കോ പ്ലാസ്റ്റിക്കോ കൊണ്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ നീ ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയാം. ഇറ്റ് ക്യാൻ വർക്ക് എഫക്റ്റീവ്ലി അപ് ടു 20 years. ഏകദേശം ഒരു 20 വർഷമൊക്കെ ഇത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. വൺ മേ എക്സ്പീരിയൻസ് സം മൈനർ ഡിസ്കംഫർട്ട് ഇൻ ദ റിപ്ലേസ്ഡ് നീ ആഫ്റ്റർ റീപ്ലേസ്മെന്റ് സർജറി. ക്യാൻ ബി സോൾവ് വിത്ത് മെഡിക്കേഷൻ ആൻഡ് ഫിസിയോതെറാപ്പി.
അപ്പോൾ ഇങ്ങനെ സർജറി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ കാൽമുട്ടിൻ്റെ ഭാഗത്ത് കുറച്ച് ഡിസ്കംഫർട്ടൊക്കെ ഫീൽ ചെയ്യാം, എന്തെങ്കിലും പെയിനോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് തുടർച്ചയായിട്ടുള്ള മരുന്ന് കഴിക്കുന്നതിലൂടെയും ഫിസിയോതെറാപ്പിയിലൂടെയും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഫോർ ബോൺ ഹെൽത്ത്, ഇനി നമ്മൾ നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? യു ഹാവ് ലേൺഡ് അബൌട്ട് ന്യൂട്രിയൻസ് ഇൻ ദ ലെസൺ ഫുഡ് ഫോർ ഹെൽത്ത്. Which minerals are essential for healthy bones? From which food can we thus be obtained? Discuss. Is the nutrients and nutrients-rich foods that are necessary for the health of bones and teeth. അപ്പോൾ നമ്മുടെ ബോണിനും ടീത്തിനും ഒക്കെ ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും ഏതൊക്കെയാണെന്ന് നമ്മൾ ഫുഡ് ആൻഡ് ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പാഠത്തിൻ്റെ ഓർമ്മയിൽ ന്യൂട്രിയൻസ് ഫോർ ഹെൽത്തി ബോൺസ് ആൻഡ് ടീത്തിനും ബോൺസിനും ടീത്തിനും വേണ്ട ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, ആ ന്യൂട്രിയൻറ്റ് ഏതൊക്കെ ഫുഡിൽ നിന്നാണ് കിട്ടുക എന്നുള്ള ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് കാൽഷ്യമാണ്. കാൽഷ്യം നമുക്ക് കിട്ടുന്നത് എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ്, ഫിഷ് തുടങ്ങിയവയിൽ നിന്നാണ്. രണ്ടാമത്തെ ന്യൂട്രിയൻ്റ് വൈറ്റമിൻ ഡി ആണ്. അത് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് ഫിഷ്, എഗ്ഗ്, മിൽക്ക്, ബട്ടർ, മഷ്റൂംസ് തുടങ്ങിയവയിൽ നിന്നാണ്. Have you understood why milk and eggs are served in your school? They are essential for the health of your bones. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എന്തിനാണ് മുട്ടയും പാലും ഒക്കെ വിതരണം ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അത് നമ്മളുടെ ബോൺസിന് നല്ല ആരോഗ്യം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് വിതരണം ചെയ്യുന്നത്. സോ യു മസ്റ്റ് ഈറ്റ് ഇറ്റ്. ഓക്കെ, അതുകൊണ്ട് നിർബന്ധമായിട്ടും അതൊക്കെ കഴിച്ചിരിക്കണേ. ബോൺസ് ഇൻസൈഡ് ദ ഇയർ, നമ്മളുടെ ചെവിക്കുള്ളിലും കുറച്ച് ബോൺസ് ഉണ്ട്. അവർ ഇയർ ഹാസ് 3 പാർട്സ്. നമ്മളുടെ ചെവിക്ക് 3 പാർട്ടാണുള്ളത്. ഇറ്റ് ഹാസ് 3 സ്മോൾ ബോൺസ് ഇൻ ദ മിഡിൽ ഇയർ. അതിൽ മിഡിൽ ഇയറിൽ 3 ചെറിയ ബോൺസ് ഉണ്ട്. ദീസ് ആർ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. ആ ബോൺസ് ആണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ദേ ആർ കേപ്പബിൾ ഓഫ് വൈബ്രേഷൻ. അവയ്ക്ക് വൈബ്രേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. വി ഹാവ് സൗണ്ട് ഡ്യൂ ടു ദ വൈബ്രേഷൻ. നമ്മൾ സൗണ്ട് കേൾക്കുന്നത് ഈ വൈബ്രേഷൻ്റെ ഫലമായിട്ടാണ്. വെൻ ദേ വൈബ്രേറ്റ്, സൗണ്ട് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ ഔട്ടർ ഇയർ ടു ദ ഇന്നർ ഇയർ. ഈ മിഡിൽ ഇയറിലുള്ള ഈ 3 ബോൺസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഔട്ടർ ഇയറിലെ സൗണ്ട് ഇന്നർ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദ സ്റ്റേപ്സ് ഈസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി. ഫീമർ ഈസ് ദ ലാർജസ്റ്റ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബോൺ എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബോൺ എന്ന് പറയുന്നത് ഫീമർ ആണ്. ഓക്കെ, സ്കെലട്ടൺ ഔട്ട്സൈഡ് ദ ബോഡി. ഇപ്പം നമ്മൾ ഇതുവരെ സ്കെലട്ടൺ ശരീരത്തിനുള്ളിലുള്ള ജീവികളെയാണ് നോക്കിയത്, നമ്മുടെ ഹ്യൂമൻ അടക്കമുള്ള ജീവികളെ. ഇനി ശരീരത്തിന് പുറത്ത് സ്കെലട്ടനുള്ള കുറച്ച് ജീവികളുണ്ട്. സോ ഫാർ വി ഹാവ് ബീൻ ഡിസ്കസിങ് ഓർഗാനിസംസ് വിത്ത് സ്കെലട്ടൺ ഇൻസൈഡ് ദെയർ ബോഡി. ആർ ദെയർ അനിമൽസ് ദോസ് സ്കെലട്ടൺസ് ആർ ഔട്ട്സൈഡ് ദെയർ ബോഡീസ്? Which is the animal seen in the picture? Have you observed where its skeleton is situated? നമുക്ക് ഈ പിക്ചറിൽ തന്നിട്ടുള്ളത് ഒരു സ്നെയിലിനെയാണ് അല്ലേ, ഒരു ഒച്ചിനെയാണ്. അതിന്റെ സ്കെലട്ടൺ എവിടെയാണ് മക്കളെ? ശരീരത്തിന് പുറത്താണ്. ഒച്ചിന്റെ പുറന്തോട് കണ്ടിട്ടില്ലേ? അതാണ് അതിന്റെ സ്കെലട്ടൺ. അത് ശരീരത്തിന് പുറത്താണ് വരുന്നത്. Observe the pictures of the animals given below. Do they have skeletons? Where are their skeletons found? Inside or outside the body? All those animals have a skeleton outside their body. Identify and write their names. അപ്പോൾ ഔട്ട്സൈഡ് ശരീരത്തിന് പുറത്ത് സ്കെലട്ടൺ ഉള്ള ജീവികളുടെ പിക്ചറാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. നോക്കിയിട്ട് ഇവയുടെ പേരുകൾ എഴുതി കൊടുക്കണം. ഇതിൽ ആദ്യത്തേത് ബീറ്റിലാണ്, വണ്ട്, പിന്നെ പ്രോണ്, ചെമ്മീൻ, കോക്രോച്ച്, പാറ്റ, സെന്റിപ്പേഡ്, പഴുതാര, ക്രാബ്, ഞണ്ട്. ഈ ജീവികൾക്കൊക്കെ ശരീരത്തിന് പുറത്താണ്, ബോഡിക്ക് പുറത്താണ് അവയുടെ സ്കെലട്ടൺ വരുന്നത്. ഹൗ ഡസ് ദെയർ ഔട്ടർ സ്കെലട്ടൺ ബെനിഫിറ്റ് ദെയർ ഓർഗാനിസംസ്? ഇത്രയും ഓർഗാനിസംസിന് പുറത്ത് സ്കെലട്ടൺ വരുന്നതുകൊണ്ട് അവ ഈ ഓർഗാനിസംസിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ആൻഡ് ഗിവ് ഷേപ്പ് ടു ദെയർ ബോഡി ആൻഡ് ഓഫർ പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ്. ഈ ഓർഗാനിസംസിന് പുറത്ത് സ്കെലട്ടൺ വരുന്നത് കൊണ്ട് തന്നെ അവ ഈ ഓർഗാനിസംസിന് ഷേപ്പ് കൊടുക്കാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും സഹായിക്കുന്നു. എക്സോസ്കെലട്ടൺ ആൻഡ് എൻഡോസ്കെലട്ടൺ. Snails, some types of beetles, mussels and crabs have thick outer covers. ഇപ്പോൾ ഒച്ച്, ഞണ്ട്, ചിലതരം വണ്ടുകൾ തുടങ്ങിയവയ്ക്കൊക്കെ പുറത്ത് നല്ല കട്ടിയുള്ള കവറിംഗ് ആണല്ലേ ഉള്ളത്. ഓർഗാനിസംസ് സച്ച് ആസ് മില്ലിപേഡ്, സെന്റിപേഡ്, കോക്രോച്ച് ആൻഡ് പ്രോൺസ് ഹാവ് റിലേറ്റീവ്ലി തിൻ ഷെൽസ്. അപ്പോൾ ഇവയെ അപേക്ഷിച്ച് തേരട്ട, പാറ്റ, പഴുതാര തുടങ്ങിയവയ്ക്കൊക്കെ അവയുടെ പുറന്തോട് കുറച്ച് തിന്നാണ്, കട്ടിയില്ലാത്തതാണ്. സച്ച് കവറിങ്സ് ഔട്ട്സൈഡ് ദ ബോഡി ആർ കോൾഡ് എക്സോസ്കെലട്ടൺ. ഇങ്ങനെ ശരീരത്തിന് പുറത്ത് ആവരണമുള്ള അല്ലെങ്കിൽ കവറിംഗ് ഉള്ള അതല്ലെങ്കിൽ ശരീരത്തിന് പുറത്ത് സ്കെലട്ടൺ ഉള്ള ഇത്തരത്തിലുള്ള ഓർഗാനിസംസിനെ എക്സോസ്കെലട്ടൺ എന്നാണ് പറയാം. Animals such as cats, frogs, mice, cows and human have skeleton inside their body. This is the endoskeleton. അപ്പോൾ ക്യാറ്റ്, ഫ്രോഗ്, ഹ്യൂമൺ, കൗ തുടങ്ങിയവയ്ക്കൊക്കെ ശരീരത്തിനകത്താണ് സ്കെലട്ടൺ ഉള്ളത്. അവയെ എൻഡോസ്കെലട്ടൺ എന്നാണ് വിളിക്കുക. Can both exoskeleton and endoskeleton be found in the same organism?
ഇനി ഒരു സെയിം ഓർഗാനിസത്തിന് തന്നെ പുറത്തും ശരീരത്തിന് പുറത്തും അകത്തും സ്കെലട്ടൻ കാണാനായിട്ട് സാധിക്കും. അതായത് എക്സോസ്കെലട്ടനും എൻഡോസ്കെലട്ടനും ഉണ്ടാവുമോ? യെസ്, ദ ഓർഗാനിസം സച്ച് ആസ് ടേർട്ടിൽ, ആമ, ക്രോക്കഡൈൽ, മുതല, ആലിഗേറ്റർ, ചീങ്കണ്ണി തുടങ്ങിയവയ്ക്കൊക്കെ 2 തരത്തിലും ഉണ്ട് സ്കെലട്ടൻ, അകത്തുണ്ട് പുറത്തുണ്ട്. Now classify some familiar organisms into those having endoskeleton, exoskeleton and both. ഇനി നമുക്ക് ചുറ്റുമുള്ള ഓർഗാനിസംസിനെ എക്സോസ്കെലട്ടനും എൻഡോസ്കെലട്ടനും പിന്നെ രണ്ടും ഉള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് ഈ ടേബിളിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എൻഡോസ്കെലട്ടൻ ഉള്ള ഓർഗാനിസംസ് നോക്കാം. മാന്, കൗവ്, റാറ്റ്, ക്യാറ്റ്, ഫ്രോഗ്, ബേർഡ്, സ്നേക്ക്, ഫിഷ്. ഇനി എക്സോസ്കെലട്ടൻ ഉള്ള ഓർഗാനിസംസിന് എക്സാമ്പിൾ ആണ് സ്നെയില്, ബീറ്റില്, പ്രോണ്, കോക്രോച്ച്, സെന്റിപ്പേഡ്, മില്ലിപ്പേഡ്, ക്രാബ്. ഇനി എൻഡോസ്കെലട്ടനും എക്സോസ്കെലട്ടനും ഉള്ള ഓർഗാനിസംസ് ആണ് ടേർട്ടില്, ക്രോക്കഡൈല്, ആലിഗേറ്റർ. എക്സോസ്കെലട്ടൻ, മോസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഹാവ് ആൻ എക്സോസ്കെലട്ടൻ. അധിക ഇൻവെർട്ടിബ്രേറ്റ്സിനും എന്താണ്, അതായത് വെർട്ടിബ്ര ഇല്ലാത്ത ജീവികൾക്കും എന്താണ്, എക്സോസ്കെലട്ടൻ ആണ് ഉള്ളത്. The largest number of living beings with exoskeleton are insects. എക്സോസ്കെലട്ടൻ ഉള്ള അധികം കാണപ്പെടുന്ന ലിവിങ് ബീയിങ്സ് എന്താണ്, ഇൻസെക്ട്സ് ആണ്, പ്രാണികളാണ്. The exoskeleton may be shed over a period of time. ചില സമയത്ത് ചില ജീവികൾക്ക് ഈ എന്ത് ചെയ്യുന്നുണ്ട്, കാലക്രമേണ ഇതിൻ്റെ പുറന്തോട് പൊളിഞ്ഞു പോയി, അതായത് ഇല്ലാതാവുന്നുണ്ട്, അവരുടെ എക്സോസ്കെലട്ടൻ ദ്രവിച്ചു പോകുന്നുണ്ട്. ഓർഗാനിസംസ് വിത്ത് എൻഡോസ്കെലട്ടൻ ഹാവ് സം പാർട്സ് സിമിലർ ടു എക്സോസ്കെലട്ടൻ. ഇനി ചില എൻഡോസ്കെലട്ടൻ ഉള്ള ഓർഗാനിസംസിന് എന്താണ്, എക്സോസ്കെലട്ടന് സിമിലർ ആയിട്ടുള്ള ചില പാർട്ടുകൾ ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സ്കെയിൽ ഓഫ് ഫിഷ്, റെപ്റ്റൈൽസ്, ഫെദേഴ്സ് ഓഫ് ബേർഡ്സ്, ഹെയർ, നെയിൽസ്, ഹോൺസ് ആൻഡ് ഹൂഫ്സ് ഓഫ് ആനിമൽസ്. ഇതൊക്കെ അതായത് നമ്മുടെ പല്ല്, നഖം, എല്ലല്ല, കിളികളിലുള്ള തൂവലുകൾ, പിന്നെ അതുപോലെ ഫിഷസിലുള്ള ചെതുമ്പലുകൾ, പിന്നെ കുതിരയുടെ കുളമ്പ്, മാനിൻ്റെ കൊമ്പ്, ഇതൊക്കെ. Wonders from exoskeleton. Observe the pictures below. Haven't you seen such handicrafts? All of this are made from the exoskeleton of various dead organisms. Make craft using this type of exoskeleton of mussels, clams and conchs available around you and display them at home and in the class. അപ്പോൾ പല ജീവികളുടെയും ഡെത്ത് ആയിട്ടുള്ള ജീവികളുടെ എക്സോസ്കെലട്ടനും കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഹാൻഡ് ക്രാഫ്റ്റുകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ലെറ്റേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് എക്സോസ്കെലട്ടൻ, നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ സ്കെലട്ടൻ. താഴെ തന്നിട്ടുള്ളവയിൽ സ്കെലട്ടന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഗിവ് ഷേപ്പ്, നമുക്ക് ഷേപ്പ് നൽകുന്നു. ഗീവ് സ്റ്റെബിലിറ്റി, ഉറപ്പ് നൽകുന്നു. പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ നൽകുന്നു. ഗീവ്സ് എനർജി, ഊർജം നൽകുന്നു. ഗീവ്സ് എനർജി എന്നുള്ളതാണ് ഇതിൽ സ്കെലട്ടന്റെ ഫംഗ്ഷൻ അല്ലാത്തത്. ക്വസ്റ്റ്യൻ 2, ഡ്രോ ആൻഡ് മാച്ച് ദ കറക്റ്റ് വൺസ്. നമുക്ക് ഇവിടെ ജോയിൻസും അതിൻ്റെ ഫംഗ്ഷൻസും ആണ് തന്നിട്ടുള്ളത്. ആദ്യം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, പിന്നെ ഹിഞ്ച് ജോയിന്റ്, പിവറ്റ് ജോയിന്റ്. ഫംഗ്ഷൻസ് വരുന്നത് ക്യാൻ മൂവ് ഓൺലി ടു വൺ സൈഡ്, വൺ ബോൺ റൊട്ടേറ്റ്സ് ഓൺ ദ അതർ ടു ബോത്ത് സൈഡ്സ്, ദ റൗണ്ട് എൻഡ് ഓഫ് ദ ബോൺസ് റൊട്ടേറ്റ്സ് ഇൻ ദ ക്യാവിറ്റി ഓഫ് അനദർ ബോൺ. ഇതിലെങ്ങനെയാണ് കറക്റ്റായി വരുന്നത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൗണ്ട് എൻഡ് ഓഫ് ദ ബോൺ, വൺ ബോൺ റൊട്ടേറ്റ്സ് ഇൻ ദ ക്യാവിറ്റി ഓഫ് അനദർ ബോൺ. ഹിഞ്ച് ജോയിന്റ് ക്യാൻ ഓൺലി മൂവ് ടു വൺ സൈഡ്. Pivot joint, one bone rotates on the other to both sides. Question 3, which food items should be included in the diet for healthy ones? ആരോഗ്യമുള്ള ബോണിന് വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? എഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫിഷ്. Question 4, your friend fell down during a football game and fractured his arm. What first aid would you give? നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ വീണ് ഫ്രാക്ചറായി. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഇഞ്ചേർഡ് പാർട്ട് ഷുഡ് ബി കെപ്റ്റ് ഇമ്മൊബിലൈസ്ഡ്. ഫോർ ദാറ്റ് ദ ഇഞ്ചേർഡ് പാർട്ട് ക്യാൻ ബി ബാൻഡേജ്ഡ് യൂസിങ് എ സ്പ്ലിന്റ് ആൻഡ് ഷുഡ് ബി ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിംഗ് ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ്സിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്